ഹലോ എവരി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ SSC GDക്ക് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാറ്റേണുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് എക്സാം ഡിക്ലെയർ ചെയ്തതുകൊണ്ട് വൈഡ് ഏരിയയിലേക്ക് എങ്ങനെയാണ് ഒരു എൻക്രോച്ച്മെൻറ്റ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ റീസണിങ്ങിലെ ക്യൂബിൽ നിന്നൊരു ചോദ്യം ചെയ്തു, GKയിൽ നിന്നും ഒരു ചോദ്യം ചെയ്തു. നമുക്ക് ഇത്തവണ ആദ്യം എലമെൻ്ററി മാത്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം. കാരണം മാത്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും സാധാരണഗതിയിൽ ഒരു ടഫാണ് എന്ന് നമ്മൾ പൊതുവേ പറയുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ മാത്സ് അത്ര ടഫൊന്നുമില്ല. നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാത്സ് ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്തു വന്നു. അങ്ങനെ ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? മാത്സ് ടഫാവും. ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് എന്നല്ല എന്ത് കാര്യവും ടഫാവും. നമ്മൾ ഇക്വേഷൻ ഒന്നും ഇടാതെ കൺവെൻഷണൽ മെത്തേഡ് സ്കൂൾസിൽ നമ്മളെ കുറേ ഇക്വേഷൻസും ഇതൊക്കെ തന്ന് നമ്മളെ ഒക്കെ ടൈറ്റ് ആക്കി വെച്ചേക്കാണ്. സോ അങ്ങനെയുള്ള ടൈറ്റ് ഷെഡ്യൂൾസോ ടൈറ്റ് മെത്തേഡ്സോ ഒന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് ആൻസേഴ്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മാത്സ് ഒരു പീസ് ഓഫ് കേക്കാണ്. എന്താ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറിയിൽ വരുന്നതാണ് ഈസിയാണ് ആണല്ലോ. ഈസി എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ തവണ എക്സാമിന് SSC GD ചോദിച്ചാണ് ഒരു ഷിഫ്റ്റിൽ പീസ് ഓഫ് കേക്ക് മീൻസ് വോട്ട്. പീസ് ഓഫ് കേക്ക് മീൻസ് ഈസിയാണ് എന്നുള്ളത്. അത് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു പാറ്റേൺ കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്ത് പഠിക്കുമ്പം നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ അഡ്വാൻറ്റേജ്? നമ്മൾ അതിലേക്ക് ഇഴുകി ചേരുകയാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ എക്സാമിന് പീസ് ഓഫ് കേക്ക് കാണുമ്പോൾ ഈസി, കാരണം നമ്മൾ പറഞ്ഞ ഒരു സാധനം ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഈസി, ഞാൻ ഈസിക്ക് പകരം പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു. നിങ്ങളും വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ ഈസി എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ദാറ്റ് ഈസി യു കൻ സേ ദാറ്റ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. അത് പീസ് ഓഫ് കേക്ക് ആണ് എന്നുള്ള കാര്യം പറയാം. സോ നമുക്ക് അപ്പോൾ ആദ്യം എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് എലമെൻ്ററി മാത്സിൽ നിന്ന് ഒരു ചോദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന പാറ്റേണിൽ നിന്ന് ചോദിക്കാം ആണല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കേൾക്കുമ്പോൾ തന്നെ പേടി വരുന്ന ഒരു പാറ്റേണാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. ഓക്കെ, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ചോദ്യം എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഇഫ് എസ് പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെല്ലിംഗ് പ്രൈസ്. റഹാൻ സാറ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. സോ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ് 660 ആൻഡ് ദ CP എത്ര? കോസ്റ്റ് പ്രൈസ് ഈ 600. ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 660 കോസ്റ്റ് പ്രൈസ് 600 ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ദിസ്? ഇതിന് ലാഭമാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി. കാരണം എങ്ങനെ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിൽക്കുന്ന തുക. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുന്ന വില. അതായത് വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഞാൻ ഒരു ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചു. 500 രൂപയ്ക്ക് ഞാൻ കുറച്ച് സാധനം മേടിച്ചു. നിങ്ങൾക്ക് ഞാനിത് 600 രൂപയ്ക്ക് വിറ്റു. സ്വാഭാവികമായിട്ട് എനിക്ക് ലാഭമല്ലേ ഉണ്ടാകത്തുള്ളൂ. 100 രൂപ ലാഭം ആണ് എനിക്കുണ്ടായത്. 500 രൂപയ്ക്ക് ഞാൻ മേടിച്ച് ആരും വാങ്ങിക്കുന്നില്ല. അവസാനം പുല്ല് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് വിറ്റ്. എനിക്ക് എത്ര രൂപയായിരിക്കും നഷ്ടം വന്നത്? 400 രൂപയ്ക്കാണ് നഷ്ടം വന്നത്. കാരണം കോസ്റ്റ് പ്രൈസിനേക്കാൾ താഴ്ത്തിയാണ് ഞാൻ വിറ്റത്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആണ്. ഓക്കെ, നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇവിടെ അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. നമുക്ക് ആദ്യം പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ള കാര്യം നോക്കാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില എത്രയാണോ അതിനേക്കാൾ കൂടുതലായിരിക്കും വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ആ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വാങ്ങിയ വില കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതായത് 660 നിന്ന് 600 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 60 രൂപയാണ് പ്രോഫിറ്റ്. എത്ര രൂപയാണ് പ്രോഫിറ്റ്? 60 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആണോ നമ്മളുടെ എക്സാമിനേഷൻ അവർ ചോദിച്ചിരിക്കുന്നത്? പ്രോഫിറ്റ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. 60 രൂപയാണ് പ്രോഫിറ്റ്. നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യമാണ്. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇക്വേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് പരിപാടിയും ഞാനിവിടെ നടത്തുന്നില്ല. ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള മെത്തേഡ് കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഒറ്റ കാര്യം ഓർക്കുക. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വാങ്ങിയ വിലയാണല്ലോ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് പ്രൈസ് എല്ലാ സമയത്തും 100% കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും 100% എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എല്ലാ സമയത്തും 100% ആണ് എന്നുള്ളതാണ് പ്രത്യേകത. കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും 100% ഡീലാണ്. അപ്പോൾ എത്ര രൂപയാണോ എക്സാമിന് തരുന്നത് അതെന്ന് പറയുന്നത് 100% എന്നുള്ളതാണ്.
എത്ര രൂപയാണോ നമുക്കുള്ളത് അത് 100% എന്നുള്ളതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100% എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഈ കണക്കിൽ 600 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. ഇനി കോസ്റ്റ് പ്രൈസ് 2500 രൂപയാണ് എന്ന് വിചാരിക്കുക. ജസ്റ്റ് അസ്യൂം 2500 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഇനി കോസ്റ്റ് പ്രൈസ് 1,00,000 രൂപയാണ് എന്ന് വിചാരിക്കുക, 1 lakh. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് 1 lakh ആണ്. അതായത് നിങ്ങൾക്ക് എക്സാമിനേഷന് എത്ര രൂപ കോസ്റ്റ് പ്രൈസ് വന്നാലും അതായിരിക്കും 100%. തെറ്റൂലല്ലോ. ഇനി എപ്പോഴും മന്ത്രം ചൊല്ലുന്ന പോലെ പഠിച്ചു വെച്ചോ, കോസ്റ്റ് പ്രൈസ് എല്ലാ സമയത്തും 100% ആയിരിക്കും. ഏതൊക്കെ സാഹചര്യമുണ്ടോ ആ സാഹചര്യത്തിലെല്ലാം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആയിരിക്കും. 100% കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ് കിട്ടി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100%. സി 660 നിന്ന് 600 കുറച്ച് നമുക്ക് ലാഭം ഒരു 60 കിട്ടിയല്ലോ. ഈ 60 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് എന്നാണ് അവരുടെ ചോദ്യം. 60 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. 60 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്, എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 100% അറിയാം. 100% എത്ര? 600 ആണ് എന്നറിയാം. 100% എന്ന് പറഞ്ഞാൽ 600 ആണ്. എങ്ങനെ കിട്ടി ഈ 100% 600 എങ്ങനെ കിട്ടിയേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 600 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 600 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് 100% ആയത്. ഇതിൻ്റെ എത്രയാണ് ഈ 60 എന്ന് പറയുന്നത്? എത്രയാണ് 60? അതായത് 100% 600 ആണ്. 10%, ഒരു സംഖ്യയുടെ 10%. 10ന് എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യമല്ലേ ഉള്ളൂ. 10ന് ഒരു പൂജ്യമല്ലേ ഉള്ളൂ. ഒരു സ്ഥാനം മാറ്റി കുത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10% കിട്ടും. ഏത് നമ്പറിൻ്റെ വേണമെങ്കിൽ കിട്ടും. ഏത് നമ്പറിൻ്റെ വേണമെങ്കിൽ കിട്ടും. വേണേൽ നമുക്ക് വേറെ നമ്പർ നോക്കാം. സി ഞാൻ 25,000 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതാം. 25,000. 25,000 1 10 100 1000 10,000. ഇതിൻ്റെ 10% എത്ര? 25,000ൻ്റെ 10% 2,500. കാരണം എന്താ? ഒരു പോയിന്റ് മാറ്റി കുത്തി. കണ്ട, ഒരു പോയിന്റ് മാറ്റി കുത്തി. ഞാൻ 770 രൂപ. ഇതിൻ്റെ 10% എത്ര? 10% എന്ന് പറഞ്ഞാൽ ഒരു പൂജ്യമാണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തുക. 77 രൂപയാണ് എന്ത്? 10%. ഇനി 10% കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഏത് സംഖ്യ ആയിക്കോട്ടെ. ഇപ്പൊ 12ന്റെ 10% എത്ര? ഒരു പോയിന്റ് മാറ്റി കുത്തിയാൽ മതി. 1.2. ഏത് സംഖ്യ കൂടെയും 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം മാറ്റി കുത്തിയാൽ മതി. അപ്പം 600ന്റെ 10% എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇത് തന്നെ അല്ലായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 60 രൂപ ദാ ഇവിടെ കിട്ടി. അതായത് എത്ര ശതമാനമാണ്? 10%. ആൻസർ എന്ന് പറഞ്ഞാൽ 10% ആണ്. കണ്ടോ? 10% വെച്ച് നമ്മൾ ചെയ്തു. 10% ആണ് ഇത്. ഒന്നുകൂടി ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കിക്കോ, കോൺസെപ്റ്റ് മൊത്തം പറഞ്ഞു തന്നെയാണ്. എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസ് എത്രയാണ് എന്ന് നോക്കുക. കോസ്റ്റ് പ്രൈസ് 600 രൂപയാണ്. കോസ്റ്റ് പ്രൈസ് 600 രൂപയാണ്. ലാഭം എത്രയാണ്? ലാഭം സെല്ലിംഗ് പ്രൈസ് 660 ആണ്. 660ൽ നിന്ന് 600 കുറച്ച് കഴിഞ്ഞാൽ 660ൽ നിന്ന് 600 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 60 ആണ്. ആണല്ലോ. ഈ 60 രൂപ എത്ര ശതമാനമാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 600 രൂപയാണ് 100% എങ്കിൽ 600 രൂപയാണ് 100%. അപ്പോൾ 10% എന്ന് പറയുന്നത് 60 രൂപയാണ് 10% എന്ന് പറയുന്നത്. സോ 60 രൂപയാണ് 10%. അത് നമുക്ക് കിട്ടി. വെൽ, സോ ദ ആൻസർ ഈസ് 10%. 10%ആണ് പാറ്റേൺ. വേണമെങ്കിൽ ഞാൻ വേറൊരു കോസ്റ്റ് പ്രൈസ് നോക്കാം. സി കോസ്റ്റ് പ്രൈസ് 1200 ആണ് എന്ന് വിചാരിക്കുക. കോസ്റ്റ് പ്രൈസ് 1200 ആണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, 1200 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി 180 ആണ് എന്ത്? നമ്മളുടെ ലാഭം എന്ന് പറയുന്നത്. ജസ്റ്റ് അസ്യൂം ചെയ്യുക 180 ആണ്. എത്ര ശതമാനമായിരിക്കും 180 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര ശതമാനമാണ് 180? 1200ന്റെ 10% കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും. 10% എത്ര? 120 ആണ്. 120 ആണ് 10% ആണല്ലോ. 10% 120 എങ്ങനെ? ഒരു പോയിന്റ് മാറ്റി കുത്തി എനിക്ക് കിട്ടി. 120 ആണ് 10%. 10%ന്റെ പകുതി എത്ര? 5% ആണ്. ആണല്ലോ. 120ന്റെ പകുതി എത്ര? 60 ആണ്. 120 + 60 180. അതായത് 5% ഇവിടെ കൂട്ടി. ഇവിടെ 10% കിട്ടി. 15% ആണ് 180.
കണ്ടോ? അപ്പോൾ ലാഭം 15%. എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് പെർസെൻറ്റേജ് ബേസ് ഇട്ട് നമ്മൾ ചെയ്തൊരു പാറ്റേൺ ആണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത പാറ്റേണുകളാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഏത് കണക്ക് വേണമെങ്കിലും അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. വേണമെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം കാണിക്കാം. ഇപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നല്ലോ ചെയ്തത്. പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് പാറ്റേൺസിൽ ചെയ്ത ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് പെർസെൻറ്റേജിൽ നിന്ന് ബേസിക് ആയിട്ട് വന്ന ചോദ്യം. വാട്ട് ഈസ് ദ 25% ഓഫ് 400? 400ൻ്റെ 25% എത്രയാണ്? 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%. ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%. എക്സാമിന് ചോദിക്കുന്ന ഏത് നമ്പറും 100%. ആ നമ്പറിൻ്റെ 25% കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100%. എല്ലാ എക്സാമിനേഷനും ഏത് എക്സാമിനേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് എക്സാമിനേഷൻ എഴുതിയാലും ബേസിൻ്റെ പാറ്റേൺ കോസ്റ്റ് പ്രൈസ് എല്ലാ എക്സാമിനേഷനിലും 100% എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എല്ലാ എക്സാമിനേഷനും 100%. ഇനി ഒരു നമ്പർ എക്സാമിനേഷൻ ഏത് നമ്പർ തരുന്നു ആ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100% ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100% ആണ്, നമ്പറും 100% ആണ്. അപ്പോൾ 400ൻ്റെ 25% കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. 400ൻ്റെ 25% കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് 400ൻ്റെ 10% കണ്ടുപിടിക്കാൻ നേരത്തെ കണക്കിന് ഞാൻ കാണിച്ചു തന്നു. അതായത് 10 എന്ന് പറഞ്ഞാൽ ഒരു 0 അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിയ 10% കിട്ടും. അതായത് 40. അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ 25. ഞാൻ വീണ്ടും ഒരു 10 കൂടി എടുത്ത് വീണ്ടും ഒരു 10 എടുത്ത്, അതായത് 40. അപ്പം അത്ര 80. ഓക്കെ, ഇനി എനിക്ക് 10 എടുത്തു കഴിഞ്ഞാൽ എത്ര? 30%, ഒരു 25%. 10ൻ്റെ പകുതി ഞാൻ എടുക്കും. 10ൻ്റെ പകുതി എത്ര? 5%. ഇവിടെ 10ൻ്റെ പകുതി എടുത്താൽ ഇവിടെയും പകുതി എടുക്കണ്ടേ? 20 അല്ലേ? അപ്പോൾ 10, 5, 25%, 80, 100. ഞാൻ കഴിഞ്ഞ കണക്കിൽ ചെയ്ത കോൺസെപ്റ്റ് വെച്ച് ചെയ്തതാണ്. ഇനി അതല്ല, നോക്കിക്കോ, വേറെ പാറ്റേൺ വേണമെങ്കിൽ നോക്കിക്കോ. 25% ഓഫ് 400 ആണല്ലോ. 25% ഓഫ് 400. ഒരു സംഖ്യ എന്ന് പറയുന്നത്, ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 100%. ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50% ആണല്ലോ. അപ്പം 400ൻ്റെ പകുതി എത്ര? 200. 200 എന്ന് പറഞ്ഞാൽ 50%. 200 എന്ന് പറഞ്ഞാൽ 50% എന്നുള്ള കാര്യം ഓർക്കുക. വെൽ, അപ്പോൾ ഒരു നമ്പറിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%. ഇനി ആ 50%ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 25%. 50%ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 25%. സോ 25% എന്ന് പറഞ്ഞാൽ 100 എന്താ ഈ ആൻസർ തന്നെയല്ലേ? എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത ആണല്ലോ ഈ പാറ്റേൺ. ഇനി ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എങ്ങനെ നമ്മൾ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നത് എങ്ങനെ? 25 by 100 into 400. 100. ഈ കണക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജിൻ്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, ഇതൊന്നും നമുക്ക് ആ കോൺസെപ്റ്റിൽ കിട്ടത്തില്ല. അപ്പം ഇവിടെ നമുക്ക് മെത്തേഡിൽ ഏത് ഫോളോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. പക്ഷേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സിലേക്ക് ഏത് കോൺസെപ്റ്റ് വേണമെങ്കിൽ കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ആൻസർ കിട്ടും. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പറയുന്ന സ്പീഡിൽ നിന്ന് ആൻസർ കിട്ടും. ഡയറക്ഷൻസ് പാറ്റേൺ ഡിസ്റ്റൻസിൽ നിന്ന് കിട്ടും. ഏത് ക്വസ്റ്റ്യനും നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ബേസിക് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ റീസണിങ്ങിലെ ക്യൂബ് ചെയ്തു ആൻഡ് ജിക്കെയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഈ സെഷനിൽ നമ്മളൊരു മാത്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു സബ്ജക്റ്റ് കൂടിയുള്ളൂ, നമ്മുടെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിലെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? ഇങ്ങനെ എക്സാമിനേഷൻ ചോദ്യം ചോദിക്കും. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ് എന്നുള്ളത്. ഹി ഡിഡ് നോട്ട് വെൻ ദെയർ. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സെൻറ്റൻസുകൾ മൊത്തം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഇതിലെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഹി ഡിഡ് നോട്ട് വെൻ ദെയർ, ഹി ഡു നോട്ട് ഗോ ദെയർ, he did not go there,
ഹി നോട്ട് ഗോ ദെയർ. ഇതിനകത്ത് ഒരു സെൻറ്റൻസ് മാത്രമാണ് ശരി എന്നുള്ളത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ സ്പോട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിലെ തെറ്റേതാണെന്നായിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് 4 സെൻറ്റൻസ് തന്നിട്ട് തന്നെ ഒരെണ്ണം തെറ്റായിരിക്കുക, തെറ്റുള്ള സെൻറ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹി ഡിഡ് നോട്ട് വെന്റ് ദെയർ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പൊട്ടത്തെറ്റാണ് എന്നുള്ളത്. എന്താണ് പൊട്ടത്തെറ്റ്? ഹി ഡിഡ് നോട്ട് വെന്റ് ദെയർ എന്ന് നമ്മൾ പറയില്ല. കാരണം എന്താണ്? നമ്മളവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം, ഡിഡ് കഴിഞ്ഞാൽ, ഡു കഴിഞ്ഞാൽ, ഡസ് കഴിഞ്ഞാൽ എല്ലാം വെർബിൻ്റെ ആദ്യത്തെ ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ ഡിഡ് കഴിഞ്ഞാൽ, ഡു കഴിഞ്ഞാൽ, ഡസ് കഴിഞ്ഞാൽ എല്ലാം വെർബിൻ്റെ ഒന്നാമത്തെ ഫോം മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. എന്ത് വെർബിൻ്റെ ഒന്നാമത്തെ ഫോം? ഗോ, വെന്റ്, ഗോൺ. പഠിക്കാൻ വേണ്ടി നമ്മൾ വെർബിന് 3 ഫോമുകളുണ്ട് എന്ന് പറയാണ്. അപ്പം ഗോയാണ് വെർബിൻ്റെ ആദ്യത്തെ ഫോം. ഈ വെർബിൻ്റെ ആദ്യത്തെ ഫോമേ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കത്തുള്ളൂ. അതായത് നിങ്ങൾ അവിടെ പോയോ എന്ന് ചോദിക്കാൻ ഡിഡ് യു വെന്റ് ദെയർ എന്നൊന്നും ചോദിക്കില്ല, ഡിഡ് യു ഗോ ദെയർ എന്നേ ചോദിക്കത്തുള്ളൂ. ഡിഡ് യു ഗോ ദെയർ. സി, ഡിഡ്, ഡു, ഡസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുകയാണ്. ഈ 3 എണ്ണത്തിൻ്റെ കൂടെയും വെർബ് ആദ്യത്തെ ഫോമിൽ മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളത്. അപ്പോൾ ഡിഡ്, ഡു, ഡസ് ഇതിൻ്റെ കൂടെ എല്ലാം വെർബ് ആദ്യത്തെ ഫോമിലേ നമ്മൾ ഉപയോഗിക്കൂ എന്നുള്ളതാണ് പ്രത്യേകത. വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നത് ഡിഡും ഡൂവും ഡസിൻ്റെയും കൂടെയാണ്. സെറ്റാണ്. അതായത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. സി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ലോക സിനിമ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ലോക സിനിമ കണ്ടോ എന്നുള്ളത് ആണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കും, ഡിഡ് യു വാച്ച്ഡ് എന്നൊക്കെ ചോദിക്കൂ. ഡിഡ് യു വാച്ച്ഡ് എന്നൊന്നും ചോദിക്കില്ല. ഡിഡ് യു വാച്ച്. സി, ഡിഡ് യു വാച്ച്, ഡിഡ് യു വാച്ച്. കാരണം എന്താണ്? ഡിഡിൻ്റെ കൂടെ വെർബിൻ്റെ ആദ്യത്തെ ഫോമിൽ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. സോ ഡിഡ് യു വാച്ച് ലോക എന്നേ ചോദിക്കത്തുള്ളൂ. ഡിഡ് യു വാച്ച് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിഡ് യു വെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിഡ് യു കെയിം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റുഡ്. ഡിഡ് യു അണ്ടർസ്റ്റുഡ് എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തോ പ്രശ്നം? ഡിഡ് യു അണ്ടർസ്റ്റുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ബേസിക് സാറിന് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളത്. കാരണം ഡിഡ് യു അണ്ടർസ്റ്റുഡ് എന്ന് പറയാൻ പറ്റുമോ? നോ. ഡിഡിൻ്റെ കൂടെ വെർബിൻ്റെ ആദ്യത്തെ ഫോമേ വരത്തുള്ളൂ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നേ പറയത്തുള്ളൂ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഡിഡിൻ്റെ കൂടെ വെർബിൻ്റെ ബേസ് ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ആണ് കറക്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നേ നമ്മൾ യൂസ് ചെയ്യൂ എന്നുള്ള കാര്യം ഓർക്കുക. ഡിഡ് കഴിഞ്ഞാൽ വെർബ് ബേസ് ഫോമിലേ ഉപയോഗിക്കത്തുള്ളൂ. ഡീലാണ്. ഡൂൺ ഡസും കഴിഞ്ഞാലും അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് ചോദിക്കണം. അത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു എളുപ്പ വഴി കാണിക്കാം. ഞാനൊരു എളുപ്പ വഴി കാണിച്ചു തരാം. സി, എനിക്ക് ഞാനൊരു പെൺകൊച്ചിനോട് പറയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാണ്. ഓക്കെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാണ്. നമ്മളെങ്ങനെ പറയുന്നത്? എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് സാധനം കിട്ടും. ഐ ലവ് യു. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും. അപ്പോൾ പെൺകൊച്ചു പറയാണ്, എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയും. എനിക്കും എന്ന് പറയാം. എനിക്കും എന്നോട് എംഫസൈസ് എങ്ങനെ ആക്കും? അതായത് നമ്മൾ എല്ലാ വെർബിലും, ഈ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ വെർബ് എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ആക്ഷൻ വേർഡ്സിനെയാണ് വെർബ് എന്ന് വിളിക്കുന്നത് ആണല്ലോ. എല്ലാ വേർഡ്സിൻ്റെയും കൂടെ ഡൂവിൻ്റെ ഫോമുകൾ അവിടെ കാണും. വെർബിൻ്റെ എല്ലാ ഫോംസിൻ്റെയും കൂടെ ഡൂവിൻ്റെ ഫോമുകൾ കാണും. ഡു ഗോ, ഡു പ്ലേ, ഡു കം, ഡു സ്റ്റഡി. നമ്മളത് ഉപയോഗിക്കാറില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കും. അതായത് ഐ ഡു ലവ് യു. ഐ ഡു ലവ് യു. ഇതാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഡു ലവ് യു. കേട്ടോ? അപ്പം എനിക്കും നിന്നെ ഇഷ്ടമാണ് എന്ന് നമ്മൾ ഒരാളോട് പറയുന്നത് ഐ ഡു ലവ് യു ആണ്. ഞാനൊരു മന്ത്രം പഠിപ്പിച്ചു തരാം. വേഗം മന്ത്രം എൻ്റെ കൂടെ ചൊല്ലിക്കോ. ഐ ഓ ദേ വി. ഐ ഓ ദേവി. ചൊല്ലിയോ? അയ്യോ ദേവി, അയ്യോ ദേവി. ചൊല്ലി, വേഗം ചൊല്ലു. അയ്യോ ദേവി. സി, ഐ യു ദേ വി.
ഇവരുടെ എല്ലാവരുടെയും കൂടെ പ്രസന്റ് ടെൻസിൽ ഡൂവേ വരുത്തോളൂ. അയ്യോ ദേവിയുടെ കൂടെ പ്രസന്റ് ടെൻസിൽ ഡൂവേ വരുത്തോളൂ. ഈ ഡിഡ് എന്ന് പറഞ്ഞാലേ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണ്, ഇന്നലെ നടന്ന കാര്യം, കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം. ഈ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മളൊരു ഫാക്റ്റ് പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരു ഫാക്റ്റ് അല്ലേ, ഒരു യാഥാർത്ഥ്യം പറയാൻ നമ്മൾ എന്തുപയോഗിക്കും? നമ്മളുടെ ഫാക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം, ഡെയിലി റുട്ടീൻ ചെയ്യാൻ വേണ്ടി, എല്ലാ ദിവസവും ചെയ്യുന്ന ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി, എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അയ്യോ ദേവിയുടെ കൂടെ നമ്മൾ എന്തായിരിക്കും? ഡു ആയിരിക്കും ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ ഹീ, ഷീ, ഇറ്റ്, ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ ഡസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ ഡസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹീ, ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലറായ സബ്ജക്റ്റ് ആണല്ലോ. ഒരു ബോയുടെ പേരിൻ്റെ കൂടെ രാഹുൽ, രാഹുലിന് ഇഷ്ടമാണ് എന്ന് എങ്ങനെ പറയും നമ്മൾ? രാഹുൽ ലവ്സ് എന്നേ പറയത്തുള്ളൂ. കണ്ടോ, രാഹുൽ ലവ്സ് എന്നേ പറയത്തുള്ളൂ. രാഹുൽ ലവ് എന്ന് പറയോ? ഇല്ല. ഐ ലവ്, യു ലവ്, ദേ ലവ്, വി ലവ്, ഹി ലവ്സ്, ഷീ ലവ്സ്, രാഹുൽ ലവ്സ്. കണ്ടോ, ലവ്സ്. അപ്പം രാഹുലിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഡസ് രാഹുൽ ലവ്, ഡസ് രാഹുൽ ലവ്. ഇതാണ് പാറ്റേൺ. കണ്ടോ, ഡസ് രാഹുൽ ലവ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചോദിക്കും. അപ്പൊ ഡസ് രാഹുൽ ലവ് എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? ഡസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ പിന്നെ എസ് ഉപയോഗിക്കാൻ പാടില്ല. ഡു വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. ഡിഡ് പറഞ്ഞാലും വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ ഓൾറെഡി ഷോർട്ട് കട്ട് പഠിച്ചതാ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഡസ് രാഹുൽ ലവ് എന്ന് പറയുന്നത് ഡസ് ഹി ഗോ എന്നേ പറയത്തുള്ളൂ. ഡസ് ഹി ഗോസ് എന്ന് പറയത്തില്ല. ഡസ് ഹി ഗോസ് എന്ന് പറയത്തില്ല. ഓക്കെ, ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ സിഗരറ്റ് വലിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മളിതെല്ലാം കളഞ്ഞാണേ. ഓക്കെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ സിഗരറ്റ് വലിക്കുമോ എന്നുള്ളത്. ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. അതൊരു ഫാക്റ്റ് അല്ലേ? അതോ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യമാണ് സിഗരറ്റ് വലിക്കുമോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? ഫാക്റ്റ് ചോദിക്കാൻ വേണ്ടി നമ്മൾ നിങ്ങൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? യു ആണ്. യുവിൻ്റെ കൂടെ ഫാക്റ്റ് ചോദിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവർ യുവിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ഡു ആണ്. ഡു യു സ്മോക്ക്. കണ്ടോ, ഡു യു സ്മോക്ക്, ഡു യു സ്മോക്ക്. ഡു കഴിഞ്ഞാൽ വെർബ് നമ്മൾ ആദ്യത്തെ ഫോമിലാണ് ഉപയോഗിച്ചത്. ഡു യു സ്മോക്ക് എന്ന് പറയുന്ന പാറ്റേണാണ് നമ്മളവിടെ എഴുതിയത്. അപ്പോൾ ഡു യു സ്മോക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളവിടെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ഡു യു സ്മോക്ക് ആണല്ലോ. ഇനി അശ്വിൻ സ്മോക്ക് ചെയ്യും എന്ന് ഞാൻ പറയും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അശ്വിൻ സ്മോക്ക് ചെയ്യും. ഞാൻ പറയാം, അശ്വിൻ സ്മോക്സ്, അശ്വിൻ സ്മോക്സ്, അശ്വിൻ സ്മോക്സ്. കണ്ടോ, അശ്വിൻ്റെ ഒരു ഫാക്റ്റ് ആണ്. എനിക്ക് ചോദിക്കണം നിങ്ങളോട്, അശ്വിൻ സിഗരറ്റ് വലിക്കുമോ? അശ്വിൻ സിഗരറ്റ് വലിക്കുമോ എന്ന് എനിക്ക് ചോദിക്കണം. സി, അശ്വിൻ്റെ കൂടെ എനിക്ക് ഡു ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുന്ന പോലെ ജപിച്ചിട്ടുണ്ട്. അയ്യോ ദേവി, അയ്യൻ്റെ കൂടെ ഡു വരും, യുവിൻ്റെ കൂടെ ഡു വരും, ദേയുടെ കൂടെ ഡു വരും, വീടെ കൂടെ ഡു വരും, ഹീയുടെ കൂടെ ഡസ് ആണ് വരുന്നത്, ഷീയുടെ കൂടെ ഡസ് ആണ് വരുന്നത്, ഇറ്റിൻ്റെ കൂടെ ഡസ് ആണ് വരുന്നത്, ഒരാളുടെ പേരിൻ്റെ കൂടെയും ഡസ് ആണ് വരുന്നത്. ഡസ് അശ്വിൻ സ്മോക്സ് എന്ന് എഴുതാൻ പറ്റുമോ എനിക്ക്? ഇല്ല. ഡസ് അശ്വിൻ സ്മോക്ക്, ഡസ് അശ്വിൻ സ്മോക്ക് എന്നേ ഞാൻ പറയുകയുള്ളൂ. സോ ഡസ് അശ്വിൻ സ്മോക്ക്. ഇതാണ് പാറ്റേൺ. ഡസ് അശ്വിൻ സ്മോക്ക് എന്ന് പറയും. സി, അപ്പൊ ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യത്തെ സ്ഥാനം തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഡിഡ് വെന്റ് എന്ന് പറയില്ല. ഹി ഡു നോട്ട് ഗോ ദേർ പറയുവോ? ഇല്ല. ഇത്രയും മുമ്പ് നമ്മൾ പറഞ്ഞു ഡു ഉപയോഗിക്കുന്ന അയ്യോ ദേവിയുടെ കൂടെയാണ്. ഐ ഡു, യു ഡു, ദേ ഡു, വി ഡു. ഹീയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഹീയുടെ കൂടെ ഡസ് ആണ്, അതായത് ഇത് തെറ്റാണ്. ഹി നോട്ട് ഗോ ദേർ. ഡു ഇല്ല, ഡസ്സും ഇല്ല, ഡിഡും ഇല്ല. ഈ കച്ചവടം നടക്കത്തില്ല, പൊട്ടത്തില്ല. കണ്ടോ? സോ ദ ആൻസർ ഈസ് ഹി ഡിഡ് നോട്ട് ഗോ ദേർ എന്ന് പറയുന്നത്. ഹി ഡിഡ് നോട്ട് ഗോ ദേർ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഹി ഡിഡ് നോട്ട് ഗോ ദേർ. ഇനി തെറ്റൂലല്ലോ. സോ ഹി ഡിഡ് നോട്ട് ഗോ ദേർ. അതായത് നമ്മൾ ഈ സെഷനിൽ പഠിച്ചിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത്
ഡൂവിൻ്റെ കൂടെ, ഡസിൻ്റെ കൂടെ, ഡിഡിൻ്റെ കൂടെ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഡൂവ്, ഡസ്, ഡിഡ്. ഈ മൂന്നെണ്ണത്തിൻ്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ആദ്യത്തെ ഫോമാണ് എന്നുള്ള കാര്യമാണ്. ഡൂവും ഡസും ഡിഡും എല്ലാത്തിൻ്റെയും കൂടെ വെർബിൻ്റെ ആദ്യത്തെ ഫോം മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളത് ആണല്ലോ. ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഡിഡ് ഉപയോഗിക്കുന്നത്. ഡൂവും ഡസും നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഡൂവും ഡസും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഡൂ എന്ന് പറയുന്നത് അയ്യോ ദേവിയുടെ കൂടെയാണ് ഡൂ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് ഡസ് എന്ന് പറയുന്നത് ഹീയുടെ കൂടെയും ഷീയുടെ കൂടെയും ഇറ്റിൻ്റെ കൂടെയും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ച പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ്റെ എല്ലാ 4 ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ ചെയ്തു. അതായത് എല്ലാ 4 ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീസണിങ്ങിൽ നിന്ന് 20 ചോദ്യമുണ്ടായിരിക്കും, മാത്സിൽ നിന്ന് 20 ചോദ്യമുണ്ടായിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യമുണ്ടായിരിക്കും, GK യിൽ നിന്ന് 20 ചോദ്യമുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 20 ചോദ്യം പറഞ്ഞില്ലേ, ഈ 20 ചോദ്യത്തിൽ 6 ചോദ്യത്തിന് മുകളിൽ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്ന ഒരൊറ്റ ബേസിക് കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. 6 ചോദ്യത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ 12 മാർക്ക് ആയിക്കഴിഞ്ഞോടെ. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 80 മാർക്ക് തൊട്ട് കട്ട് ഓഫ് കയറി. അതായത് നിങ്ങൾക്കറിയാം ഓരോ പാറ്റേൺ ആണ് ഉള്ളത്. SSC GDക്ക് CISF ഉണ്ട്, CRPF ഉണ്ട്, GSF ഉണ്ട്. സോ 80 മാർക്ക് മുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും. എത്രയാണ്? 160. 80 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്സിൽ 6 ചോദ്യമായി കഴിഞ്ഞാൽ 12 മാർക്കായി ഉണ്ടോ? റീസണിങ്ങിൽ എന്തായാലും ക്യൂബ് വരും. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു തന്നെയാണ്, ഷോർട്ട് കട്ടും പറഞ്ഞു തന്നെയാണ് പാറ്റേൺ. അവിടെയും നിങ്ങൾക്ക് വീഴും 2 ക്വസ്റ്റ്യൻ 4 മാർക്കായി. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം? നമ്മുടെ മുമ്പിലേക്ക് ജോലി എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് പഠനം എന്ന് പറയുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ പഠിക്കുന്നതിൻ്റെ രീതികൾ എങ്ങനെയാണ്. വെറുതെ വലിച്ചുവാരി എന്തൊക്കെയോ ഒന്ന് പഠിക്കുക എന്നുള്ളതല്ല പാറ്റേൺ. ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ചോദ്യങ്ങൾ എന്നുള്ള കാര്യം, കഴിഞ്ഞ വർഷം എങ്ങനെയാണ് എക്സാമിന് ആ ചോദ്യം ചോദിച്ചത് എന്നുള്ളത്. ഇതിനാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, PYQs ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 2025 നിങ്ങൾക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രീ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. അതായത് എത്ര സമയം എനിക്കെടുത്തു. ഇന്ന് നിങ്ങൾ ചെയ്തു, 10 ദിവസം കഴിഞ്ഞ് അടുത്ത ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് 30 സെക്കൻഡ് കൊണ്ട് ചെയ്ത ഒരു കണക്ക് നിങ്ങൾക്ക് 20 സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്ക് തന്നെ നമ്മുടെ ഒരു ഇംപ്രൂവ്മെൻ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. So do maximum number of mocks, do practice. That's all. Thank you. Bye.